പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 110-ലെ 3 ചോദ്യങ്ങൾ ചെയ്യാം. അറ്റ് ദ ബുക്സ് ഫെസ്റ്റിവൽ ഓൾ ബുക്സ് ആർ ഗിവൺ 15% ഡിസ്കൗണ്ട്. സീ ദ പ്രൈസസ് ഓഫ് ബുക്ക് സെറീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ബോട്ട്. 540 രൂപ വിലയുള്ള ഒരു ബുക്കാണ് സെറീന വാങ്ങിയത്. എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട്? 15% ഡിസ്കൗണ്ടിൽ ഉള്ള വില അവൾക്ക് കൊടുത്താൽ മതി. അതുപോലെ ടെസ്സി 375 രൂപ, നാസർ 630, ജേക്കബ് 432. ഇത്ര റുപ്പീസിനാണ് വാങ്ങിച്ചെങ്കിൽ കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈച്ച് ഹാസ് ടു പേ. അവരോരോരുത്തരും പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? ആദ്യം നിങ്ങൾ ഡിസ്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് അവൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബുക്കിൻ്റെ വില 540 രൂപയാണ്. അപ്പോൾ 540 രൂപ വിലയുള്ള ഒരു ബുക്കിന് 15% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ 100 രൂപയ്ക്കും അവൾ എത്ര രൂപ കുറച്ച് കൊടുക്കണം? 15 രൂപ കുറച്ച്. അപ്പം 15 രൂപ കുറച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 540-നകത്ത് എത്ര 100 ഉണ്ടെന്നല്ലേ. സോ നമ്മൾ ചെയ്യേണ്ടത് 540-നെ 100, ആദ്യം നമ്മൾ 540-നെ 500 + 40 എന്ന് ആദ്യം എഴുതുക. സോ 500-നകത്ത് എത്ര 100 ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 100 ആണ്. അപ്പോൾ 5 × 15 എന്തായാലും നമുക്കതിൽ നിന്ന് കുറയ്ക്കാം. പ്ലസ് 40-നകത്ത് അതായത് നമുക്ക് 10 രൂപ വെച്ച് നോക്കുമ്പോൾ 4 10 വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിതിനെ നിങ്ങൾ അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഈ 40-നെ നിങ്ങൾ എന്ത് ചെയ്യുക? 15 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ ഇതിനെ നമ്മൾ രൂപയായിട്ടും ഇതിനെ നമ്മൾ പൈസയായിട്ടും വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. സോ 15 × 5 75 വരും. സോ 40 × 15 എന്ന് പറയുമ്പോൾ എത്ര വരും? 15 × 4 60 വരും. ഒരു 0 ഇങ്ങോട്ട് വരും. അപ്പോൾ 600 ഇത് ഇത്രയും റുപ്പീസാണ്, ഇത് ഇത്രയും പൈസയാണ്. അപ്പോൾ 600 പൈസ എന്ന് വെച്ചാൽ എത്ര രൂപയാണ്? 600 പൈസ എന്ന് വെച്ചാൽ 75 + 6 രൂപ. 75 6 എത്ര വരും? 75 6 81 രൂപ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 540-ൽ നിന്ന് അവൾ 80 രൂപ കുറച്ച് മതി. ഡിസ്കൗണ്ട് ദ ആക്ച്വൽ പ്രൈസ് ഓഫ്, അല്ലെങ്കിൽ ഷീ പേയ്സ് 540 - 81. ഓക്കെ, 540-ൽ നിന്ന് 459 രൂപ അവൾ പേ ചെയ്താൽ മതിയോ? ക്ലിയർ അല്ലേ? അടുത്തത് പ്രൈസ് ഓഫ് ടെസ്സിസ് ബുക്ക് എന്ന് പറയുന്നത് 375 രൂപയാണ്. എത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നാ? 15% ഓഫ് 375 നമുക്ക് കണ്ടെത്തണം. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 375-നെ 300 + 75 എടുക്കുന്നു. ഓരോ 100 രൂപയ്ക്കും 15 രൂപ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 300-നകത്ത് എത്ര 100 ഉണ്ട്? 3. സോ 3 × 15 പ്ലസ് ഇവിടെ ഉള്ളത് 75 × 15 തന്നെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇതിനെ പൈസയാക്കി എടുത്താൽ മാത്രം മതിയാവും. സോ ഇത് 15 × 35 3 45 റുപ്പീസും, ഇത് 75 × 15 എന്ന് പറയുന്നത് 11 25 1125 ഇത് ഇത്രയും പൈസയാണ് കേട്ടോ. അപ്പോൾ പൈസയെ നമ്മൾ രൂപയാക്കുന്ന എങ്ങനെയാണ്? ÷ 100 കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതെന്താവും? 45 റുപ്പീസ് + 11.25 റുപ്പീസ്. അതായത് 45ഉം 11ഉം 56.25. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ അവൾ 375-ൽ നിന്നും എത്ര കൊടുത്താൽ മതിയാവും? 375-ൽ നിന്ന് ഈ 56.25 മൈനസ് ചെയ്താൽ മതി. ഷീ പേയ്സ് എത്രയാണ്? 375 - 56.25. ഇത് മൈനസ് ചെയ്യുന്നതും കൂടെ നോക്കിക്കോ. 375 രൂപയെ നമ്മൾ ഇങ്ങനെ എഴുതണം കേട്ടോ. പിന്നെ 56 രൂപയെ ഇങ്ങനെ എഴുതണം. കാരണം രൂപകൾ ഒന്നിച്ചും പൈസകൾ ഒന്നിച്ചും വേണം നമ്മൾ മൈനസ് ചെയ്യാൻ. സോ 10-ൽ നിന്ന് 5 കുറച്ചാൽ 5 വരും. 9-ൽ നിന്ന് 2 കൊടുത്താൽ 7 വരും. ഇവിടെ ഇനി 14-ൽ നിന്ന് 6 കുറച്ചാൽ 8 വരും. ഇവിടെ ഇനിയുള്ളത് 6-ൽ നിന്ന് 5 കുറച്ച് 1. സോ 318.75 രൂപ അവൾ കൊടുത്താൽ മതിയാവും. നാസറിൻ്റെ ബുക്കിന് വാങ്ങാനിരിക്കുന്ന ബുക്കിൻ്റെ വില 630 രൂപയാണ്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 15% ഓഫ് 630 വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 630-നകത്ത് എത്ര 100 രൂപ? ഓരോ 100 രൂപയ്ക്ക് 15 കുറയ്ക്കണം എന്നാണ്. സോ നമ്മൾ 630-നെ നമ്മൾ എങ്ങനെ എഴുതി? 600
പ്ലസ് 30 എന്ന് എഴുതി. 600-നകത്ത് എത്ര 100 600. സോ 6 × 15 മൈനസ് ചെയ്യണം. പിന്നെയുള്ള 30-നെ നമ്മൾ എന്ത് ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് പൈസയാക്കി എഴുതിയാൽ മതിയോ? സോ 15 × 6 90 വരും. 30 × 15 450 വരും. അത് പൈസയാക്കുമ്പോൾ ബൈ 100 ചെയ്യുമ്പോൾ 4.50. സോ 94.50 പൈസയാണ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 630-ൽ നിന്ന് 630-ൽ നിന്ന് നമ്മൾ എത്രയാണ്? 94.50 പൈസ കുറയ്ക്കണം. 0 5 9 4 കുറച്ച 5 12 9 കുറച്ച 3 ഇവിടെ 5 535.50 പൈസ കൊടുത്ത 630 രൂപ വിലയുള്ള ഒരു ബുക്കിന് 535.50 രൂപ കൊടുത്താൽ മതിയാവും. പ്രൈസ് ഓഫ് ജേക്കബ്സ് ബുക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 432 രൂപ. എത്ര ശതമാനം ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്? 15% ഓഫ് 432. അപ്പോൾ നമ്മൾ 432-നെ 400 പ്ലസ് 32 എന്ന് എഴുതുന്നു. 400-നകത്തുള്ള നൂറുകളുടെ എണ്ണം 4ആണ്. സോ 4 × 15 പ്ലസ് 32 × 15. ഇത് രൂപയാക്കി എഴുതുക, ഇത് പൈസയാക്കി എഴുതുക. സോ 60 rupees പ്ലസ് 32 × 15 എന്ന് വെച്ചാൽ 480 പൈസയാക്കി എഴുതുമ്പോൾ നമ്മൾ 4.80 രൂപ, അതായത് 64.80 രൂപയാണ് അയാൾ കുറച്ച് കൊടുക്കേണ്ടത്. സോ ദ എമൗണ്ട് he pays 432-ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 64.80 മൈനസ് ചെയ്യണം. 0 2 11-ന് 4 പോയ 7 12-ന് 6 പോയ 6 ദെൻ 367.20 പൈസ കൊടുത്താൽ മതിയാവും. അടുത്ത രണ്ടാമത്തെ ചോദ്യം. എ പേഴ്സൺ ബോറോഡ് 26,750 rupees from a bank where the interest is 12% each year. How much should he pay after 1 year? 26,750 രൂപ ഒരാൾ ബാങ്കിൽ നിക്ഷേപിച്ചു. അയാൾക്ക് 12% ഇൻട്രസ്റ്റ് പലിശ കിട്ടും എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഇത്രയേ ഉള്ളൂ. 26 ഓരോ 100 രൂപയ്ക്ക് അയാൾക്ക് 12 രൂപ വെച്ച് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടും. അത്രേ ഉള്ളൂ അർത്ഥം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട പൈസയെ കുറേ കാലം സൂക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ സൂക്ഷിച്ചതിനുള്ള ഒരു എമൗണ്ടോട് കൂട്ടി നമുക്കിന്ന് തിരിച്ചു തരുന്നു. അപ്പം 26,750-നകത്ത് എത്ര 100 രൂപ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത്, അല്ലേ? അതിനുശേഷം ബാക്കി വരുന്നവയെ നമ്മൾ പൈസയാക്കി കണക്ക് കൂട്ടി ആഡ് ചെയ്താൽ മതി. ഇത്ര നേരം ഡിസ്കൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുമായിരുന്നു എങ്കിൽ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ നേരം നമ്മൾ കൂട്ടിയാൽ മതിയാവും. ഡിപ്പോസിറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 26,750 രൂപയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 26,750-നകത്ത് എത്ര 100കൾ വരും. അപ്പോൾ 100കൾ കണ്ടെത്താനുള്ള മാർഗം ഈ 100-ൽ 2 0 കഴിഞ്ഞിട്ടുള്ള ബാക്കി അത്രയും നമ്പർ ഓഫ് 100s അവിടെ ഉണ്ടാവും. സോ 267 പ്ലസ് 50 എന്നാദ്യം എഴുതുക. എന്നിട്ട് 267 × 12 50 × 12 മുമ്പ് ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ്. അപ്പം ഇവിടെ നമ്മളിതിനെ രൂപയായും ഇതിനെ പൈസയാക്കി എഴുതിയാൽ മാത്രം മതി, വേറൊന്നും ചെയ്യാനില്ല. സോ 267 × 12 എന്ന് പറഞ്ഞാൽ 3204 പ്ലസ് 12 5 60 ഒരു 0 കൂടെ പോയിൻ്റ് മാറ്റുമ്പം 6 വരും. അപ്പോൾ 3204 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3210 എത്ര ഇൻട്രസ്റ്റ്. ഇത്രയും കൂട്ടിയുള്ള എമൗണ്ട് അയാൾക്ക് ഈ 26,750 കൂടെ 3210 കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അയാൾക്ക് ആ വർഷം ബാലൻസ് കിട്ടുന്നത്. സോ ആഫ്റ്റർ he pay back after 1 year. After 1 year equal to 26,750 പ്ലസ് 3210 എത്രയും കൂടെ കൂട്ടുമ്പോൾ 29,960 എന്ന് വരും. ഇത്രയും രൂപ അയാൾക്ക് 1 year കഴിയുമ്പോൾ തിരിച്ചു കിട്ടും.
അത് തിരിച്ചു കിട്ടുന്നില്ല. അയാൾ 26,700 വരെ ബാങ്കിൽ നിന്ന് കടമെടുത്താണ് കേട്ടോ. തിരിച്ചയാൾ അടയ്ക്കുമ്പോൾ ഇത്രയും കൂടെ കൂട്ടി ചേർത്ത് 29,960 രൂപ തിരിച്ചടയ്ക്കണം. ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year, 1 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കേണ്ട തുക. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കമ്പനി ഗീവ്സ് 8% ഓഫ് 1 month salary ആസ് ബോണസ് ഫോർ ഓണം. ഹൗ മച്ച് ഡസ് എ മാൻ ഹൂസ് മന്ത്ലി സാലറി 46,375 rupees ഗെറ്റ് ആസ് എ ബോണസ്? ഒരു കമ്പനി ഒരാളുടെ സാലറിയുടെ 8% തുക ഓണത്തിന് ബോണസായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എങ്കിൽ ഒരു മനുഷ്യൻ്റെ സാലറി എന്ന് പറയുന്നത് 46,375 ആണെങ്കിൽ അയാൾക്ക് എത്ര രൂപ ബോണസ് ലഭിക്കും? അയാളുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 46,375 ആണ്. ബോണസ് എത്ര കൊടുക്കുന്നതിൻ്റെ 8% കൊടുക്കുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 46,375-നകത്ത് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? സോ 46,463 നൂറുകളുണ്ട്. 463 × 8 നമ്മൾ ചെയ്യുന്നു. ബാക്കി 75 × 8 ചെയ്യുന്നു. 463 × 8 എന്ന് പറഞ്ഞാൽ 3,704. 75 × 8 എന്ന് പറഞ്ഞാൽ 600 വരും കേട്ടോ. അത്രയും പൈസ ആക്കുമ്പോൾ ഇത് 6 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് കൂട്ടിയാൽ മതി? ഇതിൻ്റെ കൂടെ ടോട്ടൽ 6 കൂടെ കൂട്ടിയാൽ എന്ത് വരും? 3,710 രൂപ. അപ്പോൾ അതെന്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം? അയാൾക്ക് ബോണസായിട്ട് ഇത്രയും രൂപ കിട്ടും. 46,000. ബോണസ് എത്രയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. ആകെ മൊത്തം എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ സാലറിയുടെ കൂടെ ഇതുകൂടെ ആഡ് ചെയ്തോണം.